ഹമാസ് ഏത് രൂപത്തിൽ നോക്കിയാലും ഇസ്രായേലുമായി യോജിച്ചു പോകില്ല എന്ന് ഏതാണ്ട് തീരുമാനിച്ച മട്ടാണ്. ഖത്തറും ഈജിപ്തും അമേരിക്കയും കൂടി ചേർന്ന് 15 മാസത്തോളമായി ശക്തമായിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 45 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ 2 രാജ്യങ്ങളെയും കൊണ്ട് ഒപ്പുവെപ്പിച്ചത്. പക്ഷെ ഇപ്പോഴും വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ച സ്ഥിതിക്ക് കേറി അടിക്കുമെന്നും ഹമാസിനെ ആക്രമിക്കാനുള്ള സകല തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയെന്നും ഇസ്രായേൽ അറിയിക്കുകയാണ്. ഹമാസ് ഇന്ന് ബന്ദികളെ വിട്ടിട്ടില്ലെങ്കിൽ ഗാസയിൽ ഇതുവരെ കണ്ടതിനേക്കാൾ ഏറെ ശക്തമായിട്ടുള്ള ആക്രമണം ഗാസയിൽ ഇനിയും നിങ്ങൾ കാണും എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവസാന വാക്ക്. ഇതിന്റെ ഭാഗമായി റിസർവ് സൈനികരോട് തിരിച്ചെത്താൻ ഇസ്രായേൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കരമാർഗത്തിലൂടെയും വ്യോമമാർഗത്തിലൂടെയും അതുപോലെ കടൽ മാർഗത്തിലൂടെയും ഒക്കെയുള്ള സകലവിധ സൈനിക സന്നാഹങ്ങളോടുകൂടിയും തയ്യാറെടുപ്പുകൾ കൃത്യമായ രൂപത്തിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് നെതന്യാഹു. എല്ലാ രൂപത്തിലുള്ള സൈനികരോടും തയ്യാറെടുക്കാൻ നെതന്യാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ പ്രകാരം ഇന്ന് 3 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിക്കേണ്ടത്. ഗാസ അതിർത്തിയിൽ പടയൊരുക്കം ആരംഭിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ജനുവരി 19-ാം തീയതി ആരംഭിച്ച വെടിനിർത്തൽ ഇസ്രായേൽ ലംഘിക്കുന്നു എന്ന് ആരോപിച്ച് ശനിയാഴ്ച ബന്ദികളെ വിടില്ല എന്ന് ഹമാസ് നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. മുഴുവൻ ബന്ദികളെയും വിട്ടിട്ടില്ലെങ്കിൽ വെടിനിർത്തൽ ഇസ്രായേൽ റദ്ദാക്കണം എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും താക്കീത് ചെയ്തിരുന്നു. വെടിനിർത്തൽ നിലനിർത്താനുള്ള തീവ്ര ശ്രമം മധ്യസ്ഥരായിട്ടുള്ള ഖത്തറും ഈജിപ്തും ആരംഭിച്ചിട്ടുമുണ്ട്. ഇവർ ഹമാസിന്റെ സ്ഥിതിഗതികൾ നോക്കി അവരെ വാൺ ചെയ്ത് വരികയാണ്. ട്രംപിന്റെ പിന്തുണയിലുള്ള ഇസ്രായേൽ ആക്രമണം കടുത്തതായിരിക്കും എന്ന് വീണ്ടും വീണ്ടും ട്രംപും നെതന്യാഹുവും ഇസ്രായേൽ ഹമാസിനെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അന്തിമ താക്കീതുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഗാസയിൽ നിന്ന് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും ഇതിനായി ശനിയാഴ്ച വരെ സമയം നൽകുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ഇതനുസരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങും. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി. ബന്ദികളെ കൈമാറില്ല എന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപ് കാര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണം, നമുക്ക് അവരെ എല്ലാവരെയും തിരികെ വേണം. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്, ഇസ്രായേലിന് വേണ്ടത് ചെയ്യാം. പക്ഷേ എന്റെ കാര്യത്തിൽ ശനിയാഴ്ച രാത്രി 12 മണിക്ക് അവരിവിടെ ഇല്ലെങ്കിൽ വീണ്ടും ഗാസയിൽ പുതിയ ഒരു നരകം സൃഷ്ടിക്കുമെന്നാണ് ട്രംപിന്റെ വാക്ക്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമെന്നും ട്രംപ് പറഞ്ഞു. മാധ്യമപ്രവർത്തകർ എന്താണ് ട്രംപ് ഉദ്ദേശിച്ചത് എന്ന ചോദ്യത്തിന് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മാധ്യമപ്രവർത്തകരും ലോകവും സർവോപരി ഹമാസും ഗാസയിൽ തന്നെ വീക്ഷിക്കുമെന്നും കാത്തിരുന്ന് കാണാം ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാം എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെ വരികൾക്കിടയിലൂടെയുള്ള വാക്കുകൾ കൃത്യമായിട്ട് ലോകം കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? ഹമാസ് അത് കണ്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥവത്തായിട്ടുള്ള വശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? നിലപാടുകൾക്ക് മാറ്റമുണ്ടോ? അവർ ബന്ദികളെ മുഴുവനും മോചിപ്പിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടോ എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. എന്നാൽ ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും പുനർവികസനം സാധ്യമാക്കാനുള്ള ചുമതല മധ്യപൂർവ്വദേശത്ത് മറ്റ് രാജ്യങ്ങൾക്ക് നൽകുമെന്നും ആവർത്തിച്ച ഡൊണാൾഡ് ട്രംപിനെതിരെ ഹമാസ് വീണ്ടും രംഗത്ത് വന്നു. ഗാസ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന റിയൽ എസ്റ്റേറ്റ് വസ്തുവല്ല എന്നും പലസ്തീന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഹമാസിന്റെ മുതിർന്ന നേതാവ് ഇസ്സത്തുൽ റിഷ്ക് പറഞ്ഞു. ഗാസക്കാർ എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ അത് ഇസ്രായേൽ കയ്യേറിയ ഇടങ്ങളിലേക്കായിരിക്കുമെന്നും ടെലഗ്രാമിൽ പങ്കുവച്ച പ്രസ്താവനയിൽ റിഷ്ക് പറഞ്ഞു. വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ ഒരു രൂപത്തിലും തങ്ങൾ പിന്മാറില്ല എന്ന് പറഞ്ഞ് ട്രംപും രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോ ഗാസയെ മനുഷ്യന്മാരുടെ വാസസ്ഥലമാക്കി മാറ്റാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇപ്പോ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് മാറുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഗാസയുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വീണ്ടും യുദ്ധസമാനമായ സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്.
ഗാസയിൽ നിന്ന് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ശനിയാഴ്ച വരെയാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഇനിയും തുടർന്നു പോകാൻ പറ്റില്ല എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പിന്നാലെയാണ് ശനിയാഴ്ച ഗാസ കാണാൻ പോകുന്നത് ശരിയായിട്ടുള്ള യുദ്ധമായിരിക്കും എന്ന ട്രംപിന്റെ ഭീഷണി. ഗാസയിൽ അമേരിക്ക നേരിട്ട് ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കാരണം ബന്ദിമോചനം ഹമാസ് ഏറ്റെടുക്കുന്ന നിലപാട് നിർണായകമാണ്. ബന്ദികളിൽ അധികവും അമേരിക്കക്കാരാണ്. ഹമാസ് ബന്ദികളാക്കി വച്ചിരിക്കുന്ന അമേരിക്കക്കാരുടെ കാര്യത്തിൽ ട്രംപിന് ശക്തമായിട്ടുള്ള നിലപാട് എടുക്കാം. പലസ്തീൻകാരെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റി ഗാസ സ്വന്തമാക്കും എന്ന ഭീഷണി ആവർത്തിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ട്രംപിന്റെ ശനിയാഴ്ചത്തെ പ്രഖ്യാപനം വരുന്നത്. ഗാസയിലെ 20 ലക്ഷത്തിലേറെ വരുന്ന പലസ്തീൻകാർ ഒഴിഞ്ഞു പോകണമെന്നാണ് ട്രംപിന്റെ നിലപാട്. ഗാസ US ഏറ്റെടുത്ത് അവിടെ ഉല്ലാസ കേന്ദ്രം നിർമ്മിക്കുമെന്ന അധികാരമേറ്റതിന് പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ചത് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. പലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ സഹായം നിർത്തുമെന്ന് സഖ്യകക്ഷികളായ ഈജിപ്തിനും ജോർദാനും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കുറച്ച് പലസ്തീൻകാരെ അമേരിക്ക സ്വീകരിക്കാൻ ഒരുക്കമാണെന്നും എന്നാൽ ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള ജോർദാന്റെ നിലപാട് വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ ട്രംപിനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് അബ്ദുള്ള രാജാവ് വ്യക്തമാക്കി. അറബ് രാജ്യങ്ങൾ ബദൽ മാർഗം US മുന്നിൽ അവതരിപ്പിക്കുമെന്നും സൂചനയുണ്ട്. ഗാസയുടെ ഭാവിയെ സംബന്ധിച്ച പദ്ധതി തയ്യാറാക്കുന്നതിനു വേണ്ടി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ നീക്കം തുടങ്ങിയെന്നാണ് സൂചന. ആശയങ്ങൾ ഈ ആഴ്ച റിയാദിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്തു. ഈജിപ്റ്റ്, ജോർദാൻ, UAE എന്നീ രാജ്യങ്ങൾ പങ്കാളികളാകും. 27-ാം തീയതി കെയ്റോയിൽ അറബ് ഉച്ചകോടിയിൽ ഇത് അവതരിപ്പിക്കും. ഗാസ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് സമാഹരണമാണ് മുഖ്യം. ഹമാസിനെ ഒഴിവാക്കിയും രാജ്യാന്തര പങ്കാളിത്തം ഉറപ്പാക്കിയും 4 പദ്ധതികൾക്കാണ് രൂപരേഖകൾ തയ്യാറാക്കി അമേരിക്ക വച്ചിരിക്കുന്നത്. പലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗാസ സ്വന്തമാക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനെ തടയിടുകയാണ് അറബ് സഖ്യത്തിന്റെ ലക്ഷ്യം. പലസ്തീനികളെ പുറത്താക്കി ഗാസയെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനുള്ള ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് സൗദിയും മറ്റ് അറബ് രാജ്യങ്ങളും നേരത്തെ തന്നെ വ്യക്തമാക്കി. സൗദിക്ക് പുറമെ ഈജിപ്റ്റ്, ജോർദാൻ, UAE എന്നീ രാജ്യങ്ങൾ വൈകാതെ തന്നെ റിയാദിൽ യോഗം ചേരുന്നുണ്ട്. ട്രംപിന്റെ നിർദ്ദേശത്തിന് പകരം മറ്റൊരു പദ്ധതി തയ്യാറാക്കി ട്രംപിനെ കൊണ്ട് തന്നെ അംഗീകരിപ്പിക്കാനുള്ള നീക്കം യോഗത്തിൽ ചർച്ചയാകും. കുറഞ്ഞത് 4 പദ്ധതികളെങ്കിലും അറബ് രാജ്യങ്ങളുടെ പരിഗണനയിലുണ്ട്. ഗാസയുടെ ഭരണത്തിനായി ഹമാസിനെ ഒഴിവാക്കി പലസ്തീൻ സമിതി രൂപവൽക്കരിക്കാനുള്ള ഈജിപ്ഷ്യൻ പദ്ധതിക്കാണ് ഇതിൽ ഏറ്റവും സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത്. പലസ്തീനികളെ പുറത്താക്കാതെ അന്താരാഷ്ട്ര സഹകരണത്തോടെ ഗാസ പുനർനിർമ്മിക്കാനും പദ്ധതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിനായി ഗൾഫ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ഫണ്ട് രൂപീകരിക്കാനും ആലോചനയുണ്ട്. ഇവിടെ പരസ്പരം കൊന്നും കൊല്ലപ്പെട്ടു എല്ലാ കാലഘട്ടത്തിലും യുദ്ധഭീതിയിലും കഴിയുന്ന ഗാസക്കാരെ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം അവർക്ക് സമ്മാനിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ വീണ്ടും പൊട്ടിത്തെറിയും കൊള്ളയും കൊലയും യുദ്ധവും ഈ രൂപത്തിൽ തന്നെ ഗാസയെ ആക്കി മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത്. 6-ാം നൂറ്റാണ്ട് മുതൽ ഇവരുടെ തലച്ചോറിൽ രൂപപ്പെട്ടിരിക്കുന്ന ആശയമാണ് ഇപ്പോഴും ഇവർ വർക്കൗട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ റീബിൽഡ് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി.